ബിഗ് ബോസ് മലയാളം സീസൺ 7 51-ാം എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ മാത്രമായിരുന്നു. അല്ലാതെ കാര്യമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നോമിനേഷനിൽ ചിലരൊക്കെ നല്ല രീതിയിൽ അവസരം വിനിയോഗിച്ചു, എന്നാൽ ചിലരൊക്കെ അമ്പെ നിരാശപ്പെടുത്തി കളഞ്ഞു. അൺഫെയർ ആയിട്ടുള്ള നോമിനേഷൻ ആയിരുന്നു പലരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. കൂടാതെ മറ്റൊരു കാര്യം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്, പ്രോഗ്രസീവ് ചിന്താഗതിക്കാരുടെ വക്താക്കൾ എന്നറിയപ്പെടുന്ന രണ്ടാൾക്കാർ ഇരുന്നു കൊണ്ട് ആര്യന്റെയും ജിസൈലിന്റെയും ബന്ധം അത് വീണ്ടും ഒന്നുകൂടി പുനഃപരിശോധിക്കുകയും ഒടുവിലൊരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഈ സീസണിലെ ലവ് ട്രാക്കാണ്, അവരതിനെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീടുണ്ടായ സന്തോഷകരമായ ചില നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ജീത്തു ജോസഫ്, ആസിഫ് അലി, അർജുൻ, അപർണ ബാലമുരളി ഇത്രയും ആൾക്കാർ ആ വീടിനുള്ളിലേക്ക് വന്നു. ഒരു സിനിമയുടെ പ്രൊമോഷനോടുള്ള ബന്ധത്തിൽ, മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷനോടുള്ള ബന്ധത്തിൽ ആ വീട്ടിലേക്ക് വന്നത് അവർക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത നിമിഷങ്ങളായിരുന്നു. പിന്നെ കാണുവാൻ സാധിക്കുന്നത് ഒരു അവാർഡ് ദാന ചടങ്ങുണ്ടായിരുന്നു. ബിബി ഹൗസിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും പുറത്തിറങ്ങുമ്പോൾ ലഭിക്കാൻ പോകുന്ന അവാർഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പരിപാടി തല്ലിക്കൂട്ടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കം വല്ലാത്തൊരു സന്തോഷത്തിൽ ആര്യനും ജിസൈലും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ്. ജിസൈൽ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ആര്യന്റെ മുഖത്തേക്ക് അങ്ങനെ പ്രണയാതുരമായി നോക്കിയിരിക്കുന്നു. ആ നോട്ടത്തിന് ബദലായി അതുപോലെ തന്നെ ഒരു കണ്ണേറ് കൊണ്ട് ആര്യൻ മറുപടി പറയുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ബിന്നിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് സുഖിക്കുന്നില്ല. അഭിലാഷിനോട് പറയുകയാണ്, ഈ വർഷത്തെ ലവ് ട്രാക്ക് ഇവരുടേതാണ്. അപ്പോൾ അഭിലാഷ്, അതെ, ഉറപ്പാണ്. ഉറപ്പല്ല, ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. അല്ല, ആരുറപ്പിച്ചതാണ്? ആരുറപ്പിക്കാനാണ്? നമ്മളൊക്കെ അങ്ങ് ഉറപ്പിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. നമുക്ക് അപ്പോഴപ്പോൾ തോന്നുന്നത് എന്താണോ അത് ആ സമയത്ത് നമ്മൾ അങ്ങ് ഉറപ്പിക്കും. അല്ല, അനുമോള് നേരത്തെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് നിങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഒട്ടും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അസംബന്ധം പറയുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ബിന്നി പറഞ്ഞു ഉറപ്പിക്കുകയാണ്, ഞങ്ങൾ നേരത്തെ തന്നെ ഉറപ്പിച്ചു, അവർക്ക് ആ ഒരു ഉറപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരതിനെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാലോ അവർ തമ്മിൽ ലവ് ട്രാക്ക് തന്നെയാണ്. അല്ല, അവർ തമ്മിൽ ലവ് ട്രാക്ക് ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ച സ്ഥിതിക്ക് ആ പുതപ്പിനടിയിൽ എന്തായിരുന്നു സംഭവിച്ചത്? അവര് പറയുന്നു ഫ്രണ്ട്സ് ആയിരുന്നു, അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പിൽ അവർ ക്ലോസ് ആയിട്ട് ഇടപഴകിയത് മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ നിങ്ങൾ പറയുന്നു ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ല, ലവ് ട്രാക്ക് ആണെന്ന്. അങ്ങനെ ലവ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ കുൽസിതം നടന്നു എന്നുള്ള കാര്യവും നിങ്ങൾ സമ്മതിക്കുകയല്ലേ? എന്തൊക്കെയായിരുന്നു അനുമോൾ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അതുമാത്രവുമല്ല, ഇപ്പോൾ ആര്യനെയും ജിസൈലിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുവാനും അവർ ലവ് ട്രാക്ക് കളിക്കുന്നവരാണ് എന്ന് പറയുവാനും ശ്രമിക്കുന്ന ഈ ഡോക്ടർ ബിന്നി തന്നെയാണ് പ്രോഗ്രസീവ് ചിന്താഗതിക്കാരിയായി അന്ന് നിന്നുകൊണ്ട് അനുമോൾക്കെതിരെ സംസാരിച്ചത്. അതുമാത്രമാണോ, ഏറ്റവും വലിയ കുത്തിത്തിരിപ്പും അന്ന് തന്നെ ഇവരുണ്ടാക്കി. നിന്നെ കാഞ്ചനമാലയുടെയും മൊയ്തിന്റെയും പാട്ടുപാടിയ സമയത്ത് അനുമോൾ വന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തില്ലേ? അത് കാമദാഹത്തോടു കൂടിയായിരുന്നുവെന്ന് നീ അങ്ങ് പറയണം. നിനക്ക് തിരികെ അങ്ങോട്ടും തോന്നിയെന്ന് പറയണം. ആ ബിന്നി തന്നെയാണ് ഇപ്പോൾ വന്നിരുന്നത് മറ്റൊരു തരത്തിൽ കുമ്പസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ ലാലേട്ടൻ അനുമോളോട് ചോദിച്ച ആ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. എന്റെ ഡോക്ടർ കൊച്ചേ, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളാണോ പ്രോഗ്രസീവ് ചിന്താഗതി പറയുന്നത്? ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരുമിച്ചിരുന്നാൽ, അവർ സംസാരിച്ചാൽ, അവർ കൈപിടിച്ചാൽ, ഒരു പുതപ്പിനടിയിൽ കിടന്നാൽ എന്തുണ്ടാകുമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ ഈ തരാതരം പോലെ സംസാരിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതൊട്ടും ശരിയല്ല. അത് ബിബി ഹൗസിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇമേജിനെ കാര്യമായി ബാധിക്കും. അല്ല, ഇനിയിപ്പോൾ എന്തു ബാധിക്കാനാണ്? ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആര്യൻ ആരാണ്, ജിസൈൽ ആരാണ്, ഇതിന്റെ നടുവിൽ നിൽക്കുന്ന നിങ്ങൾ ആരാണെന്ന്. എല്ലാം പത്തരമാറ്റും തങ്കവും തന്നെയാണ്. പിന്നെ ഇത്രയും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് അവസാനം ബിന്നി ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് അവരുടെ കാര്യം, അവരായി, അവരുടെ പാടായി. അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അതും ശരിയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മുക്കിലും മൂലയിലും ഇരുന്നു കൊണ്ട് ഈ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതും അങ്ങ് വിട്ടുകളയരുതോ? ഇതൊക്കെ പഴയ കാലത്തെ അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും പരിപാടിയല്ലേ? നിങ്ങളെപ്പോലെയുള്ള 2K കിഡ്സിന് ചേർന്ന പരിപാടിയാണോ ഇത്? നെവിൻ നല്ല കലിപ്പിലാണ്. അടുക്കളയിൽ കയറിയിട്ട് ഒരു കപ്പെടുത്ത് അതിന്റെ പുറം തിരിച്ചു വെച്ചിട്ട് പിച്ചാത്തിരാകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ അനീഷ് പോയി ചോദിക്കുന്നുണ്ട്, എന്തായി കാണിക്കുന്ന, എന്തായി പരിപാടി, എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് ആവശ്യം വരും ചില ആൾക്കാരുടെയൊക്കെ നാക്ക് കട്ട് ചെയ്യുവാൻ, എസ്പെഷ്യലി ഷാനവാസ്. അപ്പോൾ അനീഷ് ചോദിക്കുകയാണ്, നിങ്ങളത് വിട്ടില്ലേ? ഇല്ല, ഞാനത് വിടില്ല. അതെങ്ങനെ വിടാനാണ്? അല്ല, എന്തിനാണ് നിങ്ങൾ അതും പൊക്കിക്കൊണ്ട് നടക്കുന്നത്?
അത് എൻ്റെ ഒരു മനസ്സമാധാനം. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, നിങ്ങളത് വിട്ടുകാണും, പക്ഷെ ഞാനത് അങ്ങനെയൊന്നും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരംഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ള സൂചന വീണ്ടും നെവിൻ കൊടുക്കുകയാണ് അനീഷിന്. അടുത്തതായി നോമിനേഷന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ വലിയേട്ടന്റെ ഉത്തരവ് വരികയാണ്. അതായത് ഏട്ടൻ പറയുന്നത്, നിങ്ങൾ വളരെ യുക്തിയോടുകൂടി വേണം ഈ നോമിനേഷൻ ഉപയോഗിക്കുവാൻ. ഇവിടെ തുടരുവാൻ ഒട്ടും അർഹതയില്ല എന്ന് തോന്നുന്നവരുടെ പേരാണ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ടത്. വലിയേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാർക്കും കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഏട്ടന്റെ പ്രതീക്ഷയ്ക്ക് യാതൊരു മങ്ങലും ഏൽപ്പിക്കാത്ത തരത്തിലുള്ള നോമിനേഷനാണ് അവിടെ തുടർന്ന് നടന്നത്. നൂറയുടെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഒരാളിനെ നോമിനേറ്റ് ചെയ്യാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. രണ്ടാമത് മോഹൻലാൽ വന്നപ്പോൾ അനീഷിന് ആ നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് അനീഷിന് നോമിനേറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ക്യാപ്റ്റനായി ഒനീലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് അയാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നോമിനേഷൻ രണ്ട് രീതിയിലാണ് നടന്നത്. പകുതി പേർ ഓപ്പൺ നോമിനേഷൻ ചെയ്തപ്പോൾ പകുതി ആൾക്കാർ കൺഫെഷൻ റൂമിലേക്ക് പോയിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ കൺഫെഷൻ റൂമിൽ പോയ ആൾക്കാർ ഇന്ന് ഓപ്പൺ നോമിനേഷൻ ചെയ്യുകയും കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ നോമിനേഷനിലേക്ക് പോയ ആൾക്കാർ ഇന്ന് കൺഫെഷൻ റൂമിലേക്ക് പോയി നോമിനേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നിട്ട് ആദ്യം തന്നെ അനീഷിനെ വിളിക്കുന്നു. അനീഷിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, അനീഷിന് കൺഫെഷൻ റൂമിൽ പോണോ അതോ ഓപ്പൺ നോമിനേഷൻ വേണോ? ഒരു സെക്കൻഡിലെ ആലോചന പോലും അനീഷിന് വേണ്ടി വന്നില്ല. ബിഗ് ബോസ്, ഞാൻ ഓപ്പൺ നോമിനേഷനാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തൊരു ചങ്കൂറ്റമാണ്, എന്തൊരു ആർജവമാണിത്. ഈ നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞാലേ അത് രഹസ്യമായി ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് എനിക്ക് ഉള്ളിൽ ഭയങ്കര കലിപ്പാണ്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ ചിരിച്ച് ചക്രവർത്തമാനം പറഞ്ഞു നടക്കുന്ന ഞാൻ അവർക്കിട്ട് പണി കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി കാണുന്നത് നോമിനേഷനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും രഹസ്യമായി പോയി പാര വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ പരസ്യമായി പണി കൊടുക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇതിനെ ആണത്തമെന്നും ചങ്കുറ്റമെന്നും ഒക്കെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലെ ഒന്ന് രണ്ട് ആൾക്കാർ മുൻപോട്ട് വന്നായിരുന്നു. ഷാനവാസ് വന്നു, അക്ബർ വന്നു, പിന്നെ ബാക്കി ചില ആൾക്കാരും കൂടി വന്നത് നിർവാഹമില്ലാത്തത് കൊണ്ട് പൊങ്ങി വന്നതാണ്. എന്തായാലും നോമിനേഷൻ ആരംഭിക്കുന്നു. ആദ്യത്തെ അവസരം നൂറയ്ക്കായിരുന്നു ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി. നൂറ അക്ബറിന്റെ പേരാണ് പറയുന്നത്. അക്ബർ വലിയ കുത്തിത്തിരിപ്പുകാരനാണ്. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അക്ബർ പുറത്തു പോകട്ടെ എന്നാണ് നൂറയുടെ അഭിപ്രായം. രണ്ടാമത് ഷാനവാസ് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് ആദ്യം പറയുന്ന പേര് ബിന്നിയുടേതാണ്. ബിന്നി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? അതെ, സംശയമില്ല, കുത്തിത്തിരിപ്പുകാരി. ആ പദം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ആരംഭിക്കുന്നത്. കുത്തിത്തിരിപ്പ്, കഥ മെനയൽ. അങ്ങനെ കഥകൾ മെനഞ്ഞ് അത് പരസ്യപ്പെടുത്തുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നയാള് അദ്ദേഹം ഒരു വ്യക്തിയാണെന്നും അയാൾക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടെന്നും ആ ലൈഫാണ് തകർക്കപ്പെടുവാൻ പോകുന്നതെന്നുമുള്ള യാതൊരു ചിന്തകളുമില്ലാതെ വായിൽ വരുന്നത് പറഞ്ഞു വിടുന്ന വ്യക്തിയാണ് ബിന്നി. അതുകൊണ്ട് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത് അഭിലാഷും കുത്തിത്തിരിപ്പിന്റെ ആളാണ്. കൂടെ നിന്ന് ചതിക്കുന്നയാളാണ്. അഭിലാഷിനെ പോലെ കാലുവാരാൻ മിടുക്കനായ ഒരു കണ്ടസ്റ്റന്റ് ഈ BB ഹൗസിൽ ഇല്ല എന്നുള്ളതാണ് ഷാനവാസിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. വലിയ തരക്കേടില്ലാത്ത നോമിനേഷൻ ആയിരുന്നു അത്. രണ്ടാമത് ജിസൈൽ ഓപ്പൺ നോമിനേഷനിലേക്കാണ് വരുന്നത്. ജിസൈൽ അഭിലാഷിന്റെ പേര് പറയുന്നു, ബിന്നിയുടെ പേര് പറയുന്നു. അത് രണ്ടും കുഴപ്പമില്ലായിരുന്നു. സേഫ് ഗെയിമറാണ് അഭിലാഷ്. ആരോടും അഭിലാഷിന് യാതൊരു പ്രശ്നവുമില്ല. അഭിലാഷിന്റെ ശബ്ദം എപ്പോഴെങ്കിലും ഉയർന്നു കേൾക്കുകയാണെങ്കിൽ പൊതുവായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ഗ്രൂപ്പ് കൂടി ചർച്ച ചെയ്യുകയും ആലോചിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ കയറി ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് പോകും എന്നുള്ളതല്ലാതെ അയാൾക്ക് വ്യക്തിപരമായ ഒരു ഗെയിം ഇല്ല എന്നുള്ളതാണ് ജിസൈലിന്റെ കണ്ടെത്തൽ. അടുത്തത് ബിന്നിയെ കുറിച്ചാണ് പറയുന്നത്. ബിന്നിക്കും ഇവിടെ ആരോടും പ്രശ്നമില്ല. ബിന്നിയുടേതായിട്ടുള്ള ഒരു എതിരാളി ഈ വീട്ടിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവർ ഏറ്റെടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി തൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുക, ബഹളമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ബിന്നിക്ക് ഇവിടെ യാതൊരു ഗെയിമുമില്ല. അടുത്തത് നെവിൻ കൺഫെഷൻ റൂമിലേക്ക് വരുന്നു. നോമിനേഷൻ ആരംഭിക്കുകയാണ്. ആരുടെയൊക്കെ പേരുകളായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെവിൻ പറയാൻ സാധ്യതയുള്ളത്? അതെ, നിങ്ങളുടെ മനസ്സിലെ ഊഹം കറക്റ്റാണ്. ഒന്ന് ഷാനവാസ്, രണ്ട് ആദില. രണ്ടാൾക്കാരും കൂടിയായിരുന്നു അയാളുടെ സ്വസ്ഥത നശിപ്പിക്കുകയും അയാളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. ഷാനവാസിനെ കുറിച്ച് താൻ പറയുന്നത് മഹാ കുത്തിത്തിരിപ്പുകാരനാണ്. മറ്റൊരാളിനെ അപമാനിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അത് വിടുകയില്ല. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മനുഷ്യനാണ്. ഈ വീട്ടിൽ തുടരുവാൻ അയാൾക്ക് യാതൊരു യോഗ്യതയുമില്ല. ആദിലയാണെങ്കിൽ വന്നന്നു മുതൽ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണ്. എന്തിനാണ് അവർ എൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാനവാസിന്റെ മറ്റൊരു പതിപ്പാണ് ആദില. വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആദില പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നും യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് ഈ രണ്ടാൾക്കാരും പുറത്തു പോകണം. അടുത്തത് അനീഷിന്റെ ഓപ്പൺ നോമിനേഷനാണ്. അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പേര് ആദിലയുടേതായിരുന്നു. അതിന് കാരണമായി അനീഷ് പറയുന്നത്
നെവിനും ഷാനവാസും തമ്മിൽ നടന്ന പ്രശ്നം, ആ പ്രശ്നത്തിൽ നെവിൻ പാതാളത്തോളം താഴ്ന്നുപോയി. എന്നാൽ യാതൊരു ആവശ്യവുമില്ലാതെ ആദില ആ പ്രശ്നത്തിനകത്തേക്ക് വരികയും വളരെ ജഡ്ജ്മെന്റലായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ആദിലയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഒട്ടനവധി പ്രതിസന്ധികളും തകർച്ചകളും വെല്ലുവിളികളും ഒക്കെ നേരിട്ട് ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ കൂടി കടന്നുപോയൊരു വ്യക്തിയാണ് ആദില. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരെ തിരിച്ചറിയുവാനും അവരോട് കരുണയോടും സ്നേഹത്തോടും ദയോടുമൊക്കെ പെരുമാറുവാനും കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ സാഹചര്യത്തിൽ ആദിലയിൽ നിന്നും അതല്ല വന്നത്. ആദില വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് ആദിലയുടേത്. ആദില നെവിനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചില്ല. അതുമാത്രവുമല്ല, പിന്നീട് പുറത്തു നിന്ന് ഗസ്റ്റ് ഇവിടെ വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മലക്കം മറിഞ്ഞു ഷാനവാസിനെ വെട്ടി അപ്പുറത്തേക്ക് ചാടി നെവിന്റെ അടുക്കൽ ചെന്നു നെവിനോട് മാപ്പ് പറഞ്ഞു. അതിനുശേഷം ഷാനവാസിനെതിരായിട്ട് നീങ്ങി. അതെ, ആദിലയുടേത് വളരെ ചീപ്പ് ഗെയിമാണ്. അതുകൊണ്ട് ആദിലയെ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ പേര് ലക്ഷ്മിയുടേതായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലുണ്ടായി. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ഷാനവാസിന്റെ പേര് പറയുമെന്നാണ്. കാരണം ആദില തെറ്റ് ചെയ്തു എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലൊരു തെറ്റ് ഷാനവാസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതൊരിക്കലും അയാൾ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ അയാൾ അത് പറഞ്ഞു. ഷാനവാസ് അതിന് പല ന്യായങ്ങളും പറയുന്നുണ്ട്. ആദില അത് നേരത്തെ അടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ആദിലയെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ആദിലയ്ക്ക് വേണ്ടിയാണ് താൻ നെവിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നൊക്കെയാണ്. എന്തായാലും ആദിലയ്ക്കെതിരായി സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസിനെ പരാമർശിച്ചേ പറ്റുകയുള്ളായിരുന്നു. പക്ഷെ ഷാനവാസിന്റെ പേര് നോമിനേഷനിലേക്ക് കൊണ്ടുവന്നില്ല. തന്റെ സുഹൃത്തായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞത്. ഇവിടെ ഒരു ഇരട്ടത്താപ്പ് അനീഷിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വേണ്ടായിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് പിടിച്ച് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഒത്തുതീർപ്പുകൾക്കും നീക്കുപോക്കുകൾക്കും ഒക്കെ ഇട കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഒറ്റയ്ക്ക് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊണസ്റ്റ് പിടിച്ച പരിപാടികളിലേക്ക് ഒന്നും പോയി തലവെക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ദേ കൂട്ടുകെട്ടായി. ഷാനവാസിനോട് നമുക്ക് താല്പര്യമാണ്. പക്ഷേ കൂട്ടുകെട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകേണ്ടി വരികയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ നോമിനേഷൻ ലക്ഷ്മിയുടെ പേരിലായിരുന്നു. കാരണമായി താൻ പറയുന്നത് ബി ഹോട്ടൽ എന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കഷ്ടപ്പെട്ടിട്ടും തനിക്ക് ന്യായമായിട്ടും ലഭിക്കേണ്ടിയിരുന്ന സ്റ്റാർ തനിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. താൻ വളരെയധികം കഷ്ടപ്പെട്ടു, ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്തുവെന്നു ജനറൽ മാനേജരായിരുന്ന ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ എനിക്ക് ലഭിക്കേണ്ട പ്രതിഫലം തന്നില്ല. അതിന്റെ പേരിൽ ഞാൻ സമരം വരെ ചെയ്തിട്ടും അത് നൽകുവാൻ അവർ തയ്യാറായില്ല. അതിന്റെ കാരണം എന്നോടുള്ള പേഴ്സണൽ ഗ്രഡ്ജായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആ സ്റ്റാർ തരാതിരുന്നത്? അതും അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിന്റെ കാരണം എനിക്ക് കൂടുതൽ സ്റ്റാർ കിട്ടിയാൽ നഷ്ടപ്പെട്ടു പോയ എന്റെ നോമിനേഷൻ പവർ ബിഗ് ബോസ് മടക്കി തരും എന്നുള്ള ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ സീസണിൽ എനിക്ക് ആ പവർ തിരികെ കിട്ടരുത് എന്നുള്ള താല്പര്യത്തോടു കൂടി എനിക്ക് ലഭിക്കേണ്ട സ്റ്റാർ മനഃപൂർവ്വം തരാതിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് ഓപ്പൺ നോമിനേഷനിലേക്ക് ആദില വരികയാണ്. ആദില രണ്ടാൾക്കാരുടെ പേര് പറയുന്നു. ഒന്ന് ജിഷിൻ, രണ്ടാമത് അനീഷ്. ഈ രണ്ട് നോമിനേഷൻ കണ്ടപ്പോൾ ഞാൻ തലയിൽ കൈവച്ചുപോയി. എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുക്തിയും ഒരു വെളിവും ബോധവും ഇല്ലാതെയാണ് ആദില നോമിനേഷനൊക്കെ ചെയ്യുന്നത്. തന്റെ അവിടുത്തെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് തന്നേക്കാൾ ദുർബലരായിട്ടുള്ള ആൾക്കാരെയല്ലേ നോമിനേഷനിലേക്ക് വലിച്ചിട്ട് കൊടുക്കട്ടെ. സാബുമാനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വലിച്ച് നോമിനേഷനിലേക്ക് ഇട്ടുകൊടുത്താൽ തനിക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ച് വോട്ട് മാത്രമേ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ദുർബലരായവരെ പിടിച്ച് നോമിനേഷനിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ അതല്ല ആദില ഇവിടെ ചെയ്യുന്നത്. ആദില ജിഷിന്റെ പേര് പറഞ്ഞു. എന്താണ് കാരണം? ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ ജിഷിൻ ശ്രമിക്കുകയാണ്. ജിഷിൻ സേഫ് ഗെയിമറാണ്. രണ്ട് ഭാഗത്ത് നിൽക്കും. എന്റെ കൂടെ വന്നിരുന്നു കൊണ്ട് ഞാൻ പറയുന്നതിന് ഏസുമോളും തൊട്ടപ്പുറത്തേക്ക് പോയിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതും ശരിയാണ് എന്ന് പറയും. രണ്ടു വള്ളത്തിലും കാലുവെക്കുന്ന ആളാണ് ജിഷിൻ. അതുകൊണ്ട് ജിഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. അടുത്തത് അനീഷിന്റെ പേരാണ്. എന്തുകൊണ്ടാണ് അനീഷിന്റെ പേര് പറയുന്നത്? തൊട്ടു മുൻപ് തന്നെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള ആ പക വെച്ചുകൊണ്ടാണ് അനീഷിനെ പറയുന്നത്. കാരണം പറയുന്നത് തനിക്കെതിരായിട്ട് അനീഷ് സംസാരിച്ച കാര്യങ്ങളൊക്കെ അത് തെറ്റായിട്ടുള്ള വസ്തുതകളായിരുന്നു. മറ്റുള്ളവരുടെ സൈഡ് കേൾക്കാൻ അനീഷ് കൂട്ടാക്കാറില്ല. അനീഷ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകും. ആരും പറയുന്നത് അനീഷ് കേൾക്കില്ല. ഹോട്ടൽ ടാസ്ക് നടന്ന സമയത്ത് അനീഷ് സമരം ചെയ്തു. ഇതൊരു പ്രൈവറ്റ് ഹോട്ടലാണ്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഹോട്ടലുകളിലൊക്കെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് അറിയുകയുമില്ല. പക്ഷേ അനീഷ് അവിടെ സമരമുണ്ടാക്കി. അതുകൊണ്ട് അനീഷിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. എന്തൊരു വിവരം കെട്ട നോമിനേഷനാണിത്. പിന്നീട് വരുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ആദ്യമായിട്ട് ജിസൈലിന്റെ പേരാണ് പറയുന്നത്.
ജിസൈൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. പക്ഷേ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് താൻ സ്ട്രോങ് അല്ല എന്ന് സ്വയം തെളിയിക്കുന്നയാളാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ പ്രതിരോധിക്കുവാൻ കഴിയാതെ ജിസൈൽ കരഞ്ഞു നിലവിളിച്ചു എന്നാണ് ലക്ഷ്മി പറയുന്നത്. പിന്നെ ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി ജിസൈൽ പല ആൾക്കാരെയും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കൂടെ നിർത്തുകയാണ്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിഗമനം തന്നെയാണ് കേട്ടോ. ജിസൈലിന് ഭയങ്കര വിഷമമാണ് ഈ നോമിനേഷനിലേക്ക് തന്റെ പേര് മറ്റുള്ളവർ എടുത്തിടുന്നത്. നോമിനേഷനെ പേടിയാണ് ജിസൈലിന്. തന്റെ മുൻപിൽ വെച്ച് ആരെങ്കിലും തന്നെ നോമിനേറ്റ് ചെയ്താൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് പോലും ഒരു രാത്രി വെളുക്കോളവും അവിടെ പ്രശ്നമുണ്ടാക്കിയ ആളാണ് ജിസൈൽ. അങ്ങനെയാണെങ്കിൽ എവിക്ഷന് വേണ്ടി നോമിനേറ്റ് ചെയ്താലോ? അങ്ങനെ നോമിനേഷനിലേക്ക് തന്റെ പേരാരും പറയാതിരിക്കുവാൻ വേണ്ടി അവർക്ക് ചായയും കാപ്പിയും ഒക്കെ കൃത്യസമയത്ത് ഇട്ടുകൊടുത്ത് അവരാഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഓരോരുത്തരെയും സുഖിപ്പിച്ചു നിർത്തുന്നയാളാണ് ജിസൈൽ. അടുത്തത് ജിസൈൽ ഡ്യൂട്ടിയിൽ അമ്പെ പരാജയമാണ്. 2 ഡ്യൂട്ടി മാത്രമേ തനിക്ക് ചെയ്യാൻ പറ്റൂ, മറ്റ് 2 ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്ത 2 ഡ്യൂട്ടി? ഒന്ന്, വെസൽ ടീം പാത്രം കഴുകുവാനുള്ള ഡ്യൂട്ടി തന്നെ ഏൽപ്പിച്ചാൽ താനത് ചെയ്യില്ല. 2, ടോയ്ലറ്റ് ക്ലീനിങ് ബാത്റൂം കഴുകുവാൻ ജിസൈലിന് പറ്റില്ല. ഈ 2 പണികളും ആര്യനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ലക്ഷ്മി ജിസൈലിനെ നോമിനേറ്റ് ചെയ്തു. രണ്ടാമത് ജിഷിനാണ്. ജിഷിനെ കുറിച്ച് പറയുന്നതും ഏകദേശം സമാനമായ കാര്യങ്ങളാണ്. ഭക്ഷണമുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത ആൾക്കാരെ സുഖിപ്പിച്ച് കൂടെ നിർത്തുകയാണ്. നോമിനേഷനിൽ നിന്നും മുക്തി ലഭിക്കുവാൻ വേണ്ടിയുള്ള തട്ടിപ്പാണ്, തന്ത്രമാണ്. സേഫ് ഗെയിം കളിച്ചുകൊണ്ടാണ് ജിഷിൻ ഈ വീട്ടിൽ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ജിഷിനെയും നോമിനേറ്റ് ചെയ്യുകയാണ്. പിന്നീട് അനുമോള് വരുന്നു, ലക്ഷ്മിയെയും സാബുമാനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 ആൾക്കാരെ കുറിച്ചും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവർ 2 പേരും ഒട്ടും ആക്റ്റീവ് അല്ല. നോമിനേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇവർ നന്നായിട്ട് സംസാരിക്കും. ഈ സംസാരിക്കാൻ മാത്രമേ ഇതുങ്ങളെ കൊള്ളാവൂ, വേറെ ഒരു കാര്യത്തിനും കൊള്ളൂല. ഇവർ മറ്റൊരു പണിയും ആ വീട്ടിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മിയും സാബുമാനും നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അടുത്തത് ആര്യന്റെ നോമിനേഷനാണ്. കോമഡി ആയിരുന്നു ആര്യന്റെ നോമിനേഷൻ. ആദ്യമായിട്ട് അനീഷിന്റെ പേരാണ് പറയുന്നത്. അനീഷ് ആരെയും ഈ വീട്ടിൽ മനസ്സിലാക്കിയിട്ടില്ല. ആർക്കും അനീഷിനെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അനീഷിനെ ഈ വീട്ടിൽ നന്നായി മനസ്സിലാക്കിയ ഒരാളുണ്ട്, അത് ഞാൻ മാത്രമാണ്. ഇതൊക്കെ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു കാരണമാണോ സാറേ? അയാൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ കൂടി അദ്ദേഹം പറഞ്ഞു താൻ കള്ളം പറയില്ലെന്ന്. ലാലേട്ടന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു കള്ളം പറയത്തില്ല എന്ന്. എന്നാൽ ഈ വീട്ടിൽ കള്ളം പറയാതെ ആർക്കും പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല. നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും അല്പസ്വല്പം കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നവരാണ്. അങ്ങനെ അനീഷും പല കള്ളങ്ങൾ കാണിച്ചിട്ടുണ്ട്, പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു സുഹൃത്തെ, ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഇന്ന കള്ളം അദ്ദേഹം ഇന്ന സമയത്ത് പറഞ്ഞു എന്നുകൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു രസമുണ്ട്. എത്ര ബാലിശമായിട്ടുള്ള ഒരു നോമിനേഷനാണ് ഈ നടക്കുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി താൻ പറയുന്നുണ്ട്. ഷാനവാസിനോട് അനീഷ് ഇപ്പോൾ കൂട്ടുകൂടി. എന്തുകൊണ്ട് കഴിഞ്ഞ 50 ദിവസം അയാളോട് കൂട്ടുകൂടിയില്ല? എന്തുകൊണ്ട് ഇപ്പോൾ നീ കൂട്ടുകൂടാൻ വേണ്ടി പോയി? ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്യും. ഹോ, ഈ വിവരം കെട്ട ഈ ഉൽപ്പന്നത്തെ എപ്പോഴാണാവോ ഈ BB ഹൗസിൽ നിന്ന് പുറത്ത് കളയുന്നത്? ഈ വിവരക്കേടുകളൊക്കെ കണ്ടും കേട്ടും ശരിക്കും മടുത്തു. അടുത്തത് അയാൾ ബിന്നിയുടെ പേരാണ് പറഞ്ഞത്. ബിന്നി കുത്തിത്തിരിപ്പ് നിർത്തി എന്ന് പറയുന്നത് കേട്ടുവെന്ന്. ബിന്നി കുത്തിത്തിരിപ്പ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ബിന്നിയുടെ ഗെയിം ഈ വീട്ടിലെ കഴിഞ്ഞു. അതുകൊണ്ട് ഗെയിം തുടരണമെന്നുണ്ടെങ്കിൽ ബിന്നി കുത്തിത്തിരിപ്പുമായി മുൻപോട്ട് പോയേ പറ്റൂ. കാരണം അതല്ലാതെ മറ്റൊരു ഗെയിം ബിന്നിക്ക് ഇല്ല എന്നുള്ളതാണ് ആര്യൻ ഇവിടെ സമർത്ഥിക്കുന്നത്. അതുമാത്രമല്ല, രണ ഫാത്തിമയും ആര്യനും തമ്മിലുണ്ടായ ആ ഒരു പ്രശ്നം, രണയുടെ മുകളിൽ കയറി കിടന്നു എന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടായല്ലോ. ആ പ്രശ്നം നടക്കുന്ന സമയത്ത് രണയെ മാക്സിമം കുത്തിത്തിരിപ്പുണ്ടാക്കി വലിയ പ്രശ്നമാക്കി മാറ്റുവാൻ കാരണമായി തീർന്നത് ബിന്നിയായിരുന്നു. അതുകൊണ്ട് ബിന്നിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. അടുത്തത് അക്ബറാണ്. അക്ബർ ജിഷിന്റെ പേരാണ് പറയുന്നത്. ജിഷിൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഭക്ഷണത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയതും പട്ടിണി കിടന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് ജിഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തത് അനീഷിന്റെ പേര്. അനീഷ് സ്വയം സത്യസന്ധൻ ചമയുകയാണ്. ഷാനവാസും നെവിനും തമ്മിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഷാനവാസ് പറയുന്നത് മാത്രമാണ് അയാൾ കേട്ടത്. നെവിനെ കേൾക്കുവാനും നെവിന്റെ ഭാഗം മനസ്സിലാക്കുവാനും പോലും തയ്യാറാകാതെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അനീഷിന്റെ മേൽ അക്ബർ നടത്തുന്ന ആരോപണം. അതിനെ നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. ആ ആരോപണത്തിൽ കഴമ്പുണ്ട്. അടുത്തത് സാബുമാൻ വന്നിട്ട് ജിഷിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്യുകയാണ്. ജിഷിന് പിടിവാശി അല്പം കൂടുതലാണ്. ഭക്ഷണം ഉപേക്ഷിച്ചു, പട്ടിണി കിടന്നു, ഭക്ഷണത്തോട് ഡിസ്റെസ്പെക്ട് പുലർത്തി എന്നൊക്കെയാണ് താൻ പറയുന്നത്. അനീഷ് ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കളിച്ച് മുൻപോട്ട് വന്നയാള് ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിരിക്കുന്നു. അതുകൂടാതെ താൻ ഇവിടെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കള്ളം പറയുന്നു. ഷാനവാസിന്റെയും നെവിന്റെയും പ്രശ്നത്തിൽ താൻ തെറ്റായ നിലപാട് സ്വീകരിച്ചു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ്.
അടുത്തത് ബിന്നിയാണ്. ബിന്നി ജിസൈലിനെയും ആര്യനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ബിന്നിക്ക് ഇപ്പോൾ ജിസൈൽ ആര്യനെ കാണുന്നത് തന്നെ കലിപ്പാണ്, ഭയങ്കര പകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ അടയും ചക്കരയുമായിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്തു പോകണം, അതിനുവേണ്ടി കാത്തുകെട്ടിയിരിക്കുകയാണ് ബിന്നി. ബിന്നി പറയുന്നത് ആര്യന് ജിസൈൽ ഇല്ലാതെയും ജിസൈലിന് ആര്യൻ ഇല്ലാതെയും പറ്റില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യൻ ജിസൈലിന് വേണ്ടിയാണ് കളിക്കുന്നത്, ആര്യൻ ജിസൈലിന് വേണ്ടിയാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ജിസൈലിന്റെ വാലായിട്ട് നടക്കുക എന്നുള്ളതാണ് ആര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ജിസൈൽ ഒരു ജോലിയും ഇവിടെ ചെയ്യില്ല. ജിസൈലിന്റെ ജോലികളെല്ലാം ചെയ്യുന്നത് ആര്യനാണ്. അടുത്തത് ജിസൈലാണ്. ജിസൈലിന്റെ ഇഷ്ടം മാത്രമേ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ മറ്റാരെന്തു പറഞ്ഞാലും ജിസൈൽ അംഗീകരിക്കില്ല. ജിസൈലിന് ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടി അല്ലാതെ മറ്റെന്ത് കൊടുത്താലും ജിസൈൽ അത് ചെയ്യൂല. ജിസൈലിന് ഇഷ്ടാനുസരണം കുക്ക് ചെയ്യണം, തന്റെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അത് സെർവ് ചെയ്യണം. ഫേവറിറ്റിസമാണ് ജിസൈൽ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ജിസൈലിന് ഇൻഡിപെൻഡന്റ് ആയി കളിക്കുവാൻ അറിയില്ല. ആര്യൻ ഇല്ലാതെ ജിസൈലിന് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആര്യനെയും ജിസൈലിനെയും ബിന്നി നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് ഒനിൽ വരുന്നു. ഒനില് ഷാനവാസിനെയും ജിഷിനെയും നോമിനേറ്റ് ചെയ്യുകയാണ്. ഷാനവാസിനെതിരെയുള്ള ആരോപണം നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നമാണ്. ജിഷിന്റെ പ്രോബ്ലം, ജിഷിൻ കഴിഞ്ഞ ആഴ്ച പട്ടിണി കിടന്നു, ഫുഡിന്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ്. അഭിലാഷാണ് അടുത്തതായി എത്തുന്നത്. ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു. ആര്യനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് താൻ പറയുന്ന കാരണങ്ങൾ, ജിസൈലിന്റെ അടിമയായിട്ട് ആര്യൻ മാറി, ജിസൈലിന്റെ തുണി കഴുകി കൊടുക്കുന്നു, ജിസൈലിന് പകരമായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുവാൻ ആര്യൻ പോകുന്നു, ജിസൈൽ കഴുകേണ്ട പാത്രങ്ങളെല്ലാം ആര്യൻ കഴുകി വെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജിസൈലിന്റെ പണികളാണ് ആര്യൻ ചെയ്തുകൊണ്ട് ഈ വീട്ടിൽ നടക്കുന്നത്. ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്, പക്ഷേ അയാൾ ജിസൈലിന്റെ അടിമയായി പോയി. അടുത്തത് ലക്ഷ്മിയുടെ പേര് പറയുന്നു. ലക്ഷ്മി ഒട്ടും തന്നെ സജീവമല്ല, പ്രേക്ഷകരോട് യാതൊരു തരത്തിലും നീതി പുലർത്തുന്നില്ല, ഗെയിമുകളോടും ടാസ്കുകളോടുമൊന്നും തനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ലക്ഷ്മിയെയും താൻ നോമിനേറ്റ് ചെയ്യുന്നു. അവസാനമായി ജിഷിൻ എത്തുന്നു. ജിഷിൻ സാബുമാനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. സാബുമാൻ ഇപ്പോഴും ഒട്ടും ആക്റ്റീവ് ആയിട്ടില്ല. സ്വന്തമായി തനിക്ക് ഒന്നിനെക്കുറിച്ചും യാതൊരു അഭിപ്രായവുമില്ല. അടുത്തത് അനുമോൾ. അനുമോൾ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിൽ തന്നെ ചീത്ത പറയുമോ എന്നുള്ള ഭയമാണ് അനുമോളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുകയാണ് അനുമോൾ. അപ്പം നമ്മൾ ഈ പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വീട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നത് അനുമോളെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണെന്ന്. എന്തായാലും അങ്ങനെ നോമിനേഷൻ പരിപാടി പൂർത്തിയായപ്പോൾ ഈ ആഴ്ചയിൽ 11 ആൾക്കാരാണ് ജനവിധി നേടുവാൻ വേണ്ടി മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ജിഷിന് 5 വോട്ടുകൾ ലഭിച്ചു, അനീഷിന് 4 വോട്ടുകൾ ലഭിച്ചു, ബിന്നിക്കും ലക്ഷ്മിക്കും 3 വോട്ടുകൾ ലഭിച്ചു. ആര്യൻ, ജിസൈൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ് ഇത്രയും ആൾക്കാർ 2 വോട്ടുകളുമായി നോമിനേഷനിലേക്ക് എത്തിയപ്പോൾ ഡയറക്റ്റ് നോമിനേഷനിൽ കൂടി അക്ബറും അവരുടെ കൂട്ടത്തിൽ കൂടി. അടുത്തത് ആ വീട്ടുകാരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ കാഴ്ചയായിരുന്നു. 4 ആൾക്കാരാണ് ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മിറാഷ് എന്ന സിനിമയുടെ പ്രൊമോഷനോടുള്ള ബന്ധത്തിൽ ജീത്തു ജോസഫ്, അർജുൻ, ആസിഫ് അലി, അപർണ ബാലമുരളി ഈ 4 ആൾക്കാർ അവിടെ വരികയും അവിടെയുള്ള മത്സരാർത്ഥികളുമായി വളരെ അടുത്ത് ഇടപഴകുകയും ചെയ്തു. മുൻപ് തന്നെ ബിഗ് ബോസ് അവരെ ആ ഫിലിമിന്റെ ട്രെയിലർ കാണിച്ചിരുന്നു. അതുകൊണ്ട് 3 ടീമുകളായിട്ട് തിരിഞ്ഞിട്ട് ആ ട്രെയിലറിനെ ആസ്പദമാക്കി ആ ഫിലിം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓരോ ടീമും ഇവരോട് കഥ പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു. അനീഷൻ ടീമുമാണ് ഏകദേശം നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. ഏകദേശം ഈ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്യുവാൻ അവരുടെ കഥയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ജീത്തു ജോസഫ് പറയുന്നത്. ഏതായാലും അതിനുള്ള സമ്മാനം ആ ഗ്രൂപ്പിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പരിമിതമായ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. അത് വളരെ ആസ്വാദ്യകരമായിരുന്നു. ആ വരവിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് അർജുനായിരുന്നു. ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥി താൻ വീണ്ടും ആ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ താൻ മടങ്ങിപ്പോയതായിട്ട് അർജുൻ അവിടെ നിൽക്കുമ്പോൾ സ്മരിക്കുന്നുണ്ട്. തുടർന്ന് അവർ മടങ്ങിപ്പോയതിനു ശേഷം ആദിലയുടെയും അനീഷിന്റെയും ചില രംഗങ്ങളാണ് കാണുന്നത്. അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇത് കുറെ ദിവസങ്ങളായിട്ട് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അനീഷ് എവിടെ ഇരുന്നാലും അവിടെ ചെല്ലുക, അനീഷിനെ കുത്തി കുത്തി ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം വെസൽ ടീമിലേതാണ്. വെസൽ ടീം ക്യാപ്റ്റനാണ് അനീഷ്. ആദിലയും വെസൽ ടീമിലുണ്ട്. ആദിലയുടെ പ്രത്യേകത ജോലി ചെയ്യില്ല. അതുമാത്രവുമല്ല, അനീഷ് പറഞ്ഞാൽ കേൾക്കുകയുമില്ല. ക്യാപ്റ്റനാണ് അനീഷ്, പക്ഷേ അനീഷിന്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് ആദില കൊടുക്കുന്നത്. പണിയെടുക്കില്ല എന്ന് കട്ടായം തീരുമാനിച്ചിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ഉടായ്പകളും കുത്തിത്തിരിപ്പുകളും നടത്തി അനീഷുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച മുതൽ ആദിലയുടെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയായി മാറിയിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു വെറുപ്പിക്കൽ സ്ട്രാറ്റജിയാണ്. ഒരുപക്ഷെ ആദില കാട്ടിക്കൂട്ടുന്നതൊക്കെ ആദിലയ്ക്കും ന്യൂറയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പ്രേക്ഷകരെ അത് മാക്സിമം ബോറടിപ്പിക്കുകയാണ്, വെറുപ്പിക്കുകയാണ്.
ഈ ബഹളത്തിനിടയിലേക്ക് ജിഷിൻ വരുന്നുണ്ട്. ജിഷിനും വെസൽ ടീമിലെ ആളാണ്. ജിഷിനും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ജിഷിനും ആദിലയ്ക്കൊപ്പം ചേർന്ന് അനീഷിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. വലിയ ബഹളമുണ്ടാക്കിയിട്ട് ഒടുവിൽ അനീഷ് പറയുന്നുണ്ട്, നിങ്ങളാരും ഒരു ജോലിയും ചെയ്യണ്ട, വേറെ ആളിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയും മെയിൻ ക്യാപ്റ്റനായ ഒനിലിനോട് കംപ്ലൈന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനീഷിന്റെ പരാതിയെല്ലാം കേട്ടതിന് ശേഷം ഒനിൽ പറയുന്നുണ്ട്, അനീഷ് പറയുന്നതിനകത്താണ് ന്യായം, അവർ പണി ചെയ്തേ പറ്റുള്ളൂ. ഒടുവിൽ ഒനിലിന്റെ സപ്പോർട്ട് ലഭിച്ചപ്പോൾ അനീഷ് ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്, ആദിലയാണെങ്കിലും ജിഷിനാണെങ്കിലും പണി ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. ആ പ്രശ്നം അവിടെ അങ്ങനെ നീണ്ടുപോവുകയാണ്. ഒടുവിൽ ക്യാപ്റ്റൻ ഒനിൽ വന്നിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമായി വരുന്നത്. കഴിവുള്ളിടത്തോളം പണിയെടുക്കാതിരിക്കുക, കള്ളപ്പണിയെടുക്കുക, ഈ പരിപാടിയിൽ കൂടി പോകുന്ന ആൾക്കാരാണ് ജിഷിനും ആദിലയും ഒക്കെ. അനീഷ് ക്യാപ്റ്റനായി വരുമ്പോൾ അനീഷിനെ ഇവർക്കാർക്കും ഒട്ടും താല്പര്യവുമല്ല, ഒരു വിലയും കൽപ്പിക്കാറില്ല. അതുകൊണ്ട് അനീഷിന്റെ അടുക്കൽ മാക്സിമം ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. വലിയ ബഹളത്തിനൊടുവിൽ ക്യാപ്റ്റൻ ഒനിൽ പ്രശ്നം പരിഹരിച്ചു വിടുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട്. വെസൽ ടീമിൽ ജിസൈലും കൂടിയുണ്ട്. ജിസൈലും അനീഷും കൂടി കിച്ചണിൽ പാത്രം കഴുകുകയാണ്. ഈ സമയത്ത് ജിസൈൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്തുകൊണ്ട് പാത്രം കഴുകുകയും അനീഷ് കൗതുകത്തോടെ അത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അനീഷിനെ ഡാൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പാത്രം കഴുകുക എന്നുള്ളത് ജിസൈൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം BB അവാർഡ് ഷോ എന്ന് പറയുന്ന ഒരു ചടങ്ങുമായിട്ട് ബിഗ് ബോസ് വരുന്നതാണ്. അതായത് 50 ദിവസം പിന്നിട്ട നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും സമൂഹം നിങ്ങളെ എങ്ങനെയായിരിക്കും വരവേൽക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ പ്രതീകമായി ഒരു അവാർഡ് ഷോ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഓരോ ആൾക്കാരുടെ കയ്യിലും ബാലറ്റ് പേപ്പറുകളുണ്ട്. അതിന്റെ മുകളിൽ ആദ്യം അവരുടെ പേര് തന്നെ എഴുതണം. അതിനുശേഷം ആർക്കാണ് അവാർഡ് കിട്ടാൻ പോകുന്നത്, എന്ത് തരത്തിലുള്ള അവാർഡാണ് കിട്ടാൻ പോകുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ട് ഈ ബാലറ്റ് പേപ്പർ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. ഇതാണ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം മത്സരാർത്ഥികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. തുടർന്ന് ആക്ടിവിറ്റി ഏരിയയിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണ്. ആദ്യത്തെ കാർഡ് വായിക്കുന്നു. ആദ്യമായിട്ട് അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നെവിനെയാണ്. നെവിനെ കുറിച്ച് പറയുന്നത്, പുറത്തിറങ്ങിയാൽ ഏറ്റവും അധികം ആൾക്കാർ തിരിച്ചറിയുവാൻ പോകുന്ന വ്യക്തി അത് നെവിനാണ്. സന്തോഷത്തോടെ നെവിൻ വന്നിട്ട് ഈ അവാർഡ് വാങ്ങി പോവുകയാണ്. അടുത്തത്, പുറത്തിറങ്ങിയാൽ ആരും തന്നെ മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ്. അതിനുവേണ്ടി എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ലക്ഷ്മിയെയാണ്. ലക്ഷ്മി സന്തോഷപൂർവ്വം ആ അവാർഡ് വാങ്ങി തിരികെ പോകുന്നു. അടുത്തത്, ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ഓഫറുകൾ വരാൻ സാധ്യതയുള്ള വ്യക്തി ആരാണ്? ഐകകണ്ഠ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളയാണ്. ആരും ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ തയ്യാറാവാത്ത വ്യക്തികൾ 3 പേരാണ്. 1 അനീഷ്, 2 ഷാനവാസ്, 3 അക്ബർ. അടുത്തത്, BB ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നാട്ടുകാർ ചൂലുമായിട്ട് വരവേൽക്കുവാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി. അതെ, എല്ലാവരുടെയും അഭിപ്രായം ലക്ഷ്മി ആയിരുന്നു. ലക്ഷ്മിയും സന്തോഷത്തോടെ വന്നിട്ട് ആ അവാർഡ് വാങ്ങുന്നു. നെക്സ്റ്റ്, പ്രപ്പോസലുകളുടെ അതിപ്രസരണത്തിൽ മുങ്ങിത്താഴുവാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി. അതെ, എല്ലാവരുടെയും അഭിപ്രായം സാബുമാന്റെ പേരായിരുന്നു. സാബുമാനും വന്ന് വളരെ വിനയാന്വിതനായി ആ അവാർഡ് കരസ്ഥമാക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന ഒരു വ്യക്തി ആരാണത്? എല്ലാവരും കൂടി ഉറക്കം വിളിച്ചു പറഞ്ഞു ഷാനവാസിന്റെ പേര്. അതെ, ഷാനവാസ് തന്നെയായിരുന്നു ആ അവാർഡിന് യോഗ്യൻ. അടുത്തത്, ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞ് ഒരു BB അക്കാഡമി തുടങ്ങുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി അതാരാണ്? അതെ, ആ പേര് അനീഷിന് തന്നെയായിരുന്നു എല്ലാവരും ചാർത്തിക്കൊടുത്തത്. അനീഷ് വളരെ നന്ദിയോടുകൂടി ആ അവാർഡ് കരസ്ഥമാക്കുവാൻ എത്തുന്നു. തുടർന്ന് ഈ ഷോ കഴിയുമ്പോൾ BB ഫാഷൻ ഐക്കണായിട്ട് രേഖപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി, അതെ, അത് ജിസൈലായിരുന്നു. ജിസൈൽ അവാർഡ് വാങ്ങുവാൻ വേണ്ടി വരുമ്പോൾ അഭിലാഷ് ഒന്ന് കൊട്ടിവിടുന്നുണ്ട്. ജിസൈലിനോട് ഒരു കാര്യം പറയുകയാണ്, ഇത് വെറും ഒരു അവാർഡ് മാത്രമാണ്, ഇത് ദോഷമല്ല, അതുകൊണ്ട് വീതിച്ചു കൊടുക്കരുത്. സാധാരണ തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിന്റെ പകുതി ആര്യന് കൊടുക്കുമല്ലോ. അതുകൊണ്ട് ജിസൈലിനെ ഒന്ന് ട്രോളി വിടുകയായിരുന്നു അഭിലാഷ്. തുടർന്ന് പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയായിട്ട് അനുമോളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ തന്നെ പുറത്തു പോയതിനു ശേഷം ഒറ്റ ബാങ്കുകാരും ഒരു ലോൺ പോലും കൊടുക്കുവാൻ സാധ്യതയില്ലാത്ത വ്യക്തിയായിട്ട് ജിഷിനെ തിരഞ്ഞെടുക്കുന്നു. ഒടുവിലായി ഷോ തീരുന്ന ദിവസം ഗേറ്റിന് പുറത്ത് ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെടുവാൻ പോകുന്ന വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് അനീഷ് എന്നുള്ളതായിരുന്നു ഏറ്റവും അധികം ആൾക്കാരുടെ മറുപടി. അങ്ങനെ ആ അവാർഡ് കരസ്ഥമാക്കുവാനും അനീഷ് വരുന്നു. ഈ അവാർഡ് ദാന ചടങ്ങിൽ ഏറ്റവും അധികം അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിയും അനീഷ് തന്നെയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഒരവാർഡുകളും എവിടെ നിന്നും കിട്ടുവാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ ഇത് പറഞ്ഞിട്ട് 4 ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഒനിലുണ്ട്, ആദിലയുണ്ട്, ബിന്നിയുണ്ട്, ആര്യനുണ്ട്. എല്ലാവർക്കുമുള്ള അവാർഡുകൾ കൊടുത്തു തീർന്നു. അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നത് നൂറയും അഭിലാഷും കൂടിയാണ്. അവർക്ക് 2 പേർക്കും മാത്രം ഒരവാർഡും കിട്ടിയിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇത് ബിഗ് ബോസ് സംഘടിപ്പിച്ച പരിപാടിയല്ല. ആ വീട്ടിലുള്ളവർ തന്നെ
തീരുമാനിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾക്ക് അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരെ തെരഞ്ഞെടുത്തു. പക്ഷേ നൂറയുടെയും അഭിലാഷിന്റെയും പേര് ആരും അതിൽ എഴുതിയില്ല. അതെ, നൂറയും അഭിലാഷും ആ വീട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഒന്നിലും ഇടപെടുന്ന ആൾക്കാരല്ല, ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. അത് ഒരപകട സൂചനയാണ്. അവാർഡ് ദാന ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പാതിരാത്രിയിൽ ഒരു കോർണർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സാബുമാനുണ്ട്, അഭിലാഷുണ്ട്, ഒനിലുണ്ട്. ചർച്ച ചെയ്യുന്നത് ആര്യനെയും ജിസൈലിനെയും കുറിച്ചാണ്. ഒനിൽ പറയുന്നു അവർ പരസ്പരം അങ്ങ് ഒട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ബിന്നി പറഞ്ഞു എന്ന് പറഞ്ഞ് അഭിലാഷ് പറയുന്നുണ്ട്, ഈ വർഷത്തെ ഇവിടുത്തെ ലവ് ട്രാക്ക് പിടിച്ച് മുൻപോട്ട് പോകുന്ന കപ്പിളാണവർ. അവരോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. പക്ഷേ അവർ ലവ് ട്രാക്കിൽ തന്നെയാണ്. ഇത് കേട്ട് ഒനിൽ വീണ്ടും പറയുകയാണ്, അവള് അവനെ വെറും സാരിത്തുമ്പാക്കി കളഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും അഭിലാഷ്, അവൾക്ക് ഒന്നും പറ്റില്ല, അവൾക്ക് പറ്റാത്തതെല്ലാം അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവൾ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. കക്കൂസ് കഴിയിക്കുന്നു, പാത്രം കഴിയിക്കുന്നു, തുണി കഴിയിക്കുന്നു, സർവോപരി അവനെ അടിമയാക്കി അവൾ മാറ്റിയിരിക്കുകയാണ്. അവൻ ഇവിടുന്ന് പോയേ പറ്റൂ. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. ഒന്നുകിൽ അവൻ പോകണം, അല്ലെങ്കിൽ അവളെ പുറത്താക്കണം. എന്തായാലും ഞാൻ കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിലാഷ് പറയുന്നു, നോമിനേഷൻ റൂമിലല്ല ഇനി കളി, ഞാൻ നേരിട്ട് കൊടുക്കാൻ തന്നെയുള്ള തീരുമാനത്തിലാണ്. ഇവന്മാരെ ശരിക്കും സമ്മതിക്കണം. ഒനിലും അഭിലാഷും ഒക്കെ എന്തൊരു പുരോഗമനം പറച്ചിലായിരുന്നു. ജിസൈലിന്റെയും ആര്യന്റെയും പ്രശ്നമൊക്കെ അവിടെ കത്തിക്കേറുന്ന സമയത്ത് ഇവരൊക്കെ അനുമോൾക്ക് വേറെ പണിയില്ലേ, അവൾക്ക് നാണമില്ലേ, അവള് 90കളുടെ കാഴ്ചപ്പാടുമായിട്ട് നടക്കുന്നവളാണ്, എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവര് തന്നെ പറയുകയാണ് ലവ് ട്രാക്ക് പിടിച്ചു പോവുകയാണ്, അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാരിത്തുമ്പാണ്. അപ്പോൾ അനുമോള് പറഞ്ഞതൊക്കെ സത്യമായിരുന്നുവെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആദിലയുടെ വെറുപ്പിക്കൽ പച്ച പാതിരാത്രിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ആൾക്കാരുടെ പുതപ്പൊക്കെ മെല്ലെ പിടിച്ചു മാറ്റിയതിനു ശേഷം എന്തൊക്കെയോ ലോഷൻ കൊണ്ടുവന്ന് അവരുടെ കാതിലും മുഖത്തും കയ്യിലും ഒക്കെ ഒഴിച്ചു വെക്കുന്ന പരിപാടി. പലരും ഞെട്ടി ഉണരുന്നുണ്ട്, പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതെല്ലാം പ്രേക്ഷകരെ ബിഗ് ബോസ് കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദില വെറുപ്പിച്ച് മിക്കവാറും ഈ ആഴ്ച പുറത്തേക്കുള്ള വഴി തുറന്നെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയത്ത് കിച്ചണിൽ മറ്റൊരു കാര്യം നടക്കുന്നു. കിച്ചൺ ക്യാപ്റ്റൻ നമ്മുടെ ബിന്നിയാണ്. ബിന്നി 2 കവർ പാലുമായിട്ട് നടക്കുകയാണ്, ഒളിപ്പിക്കുവാൻ ഒരു സ്ഥലമില്ലാതെ. കാരണം ആ പാല് ഫ്രിഡ്ജിനകത്തിരുന്ന് കഴിഞ്ഞാൽ നേരം വെളുത്ത് എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും ചായ കുടിക്കാൻ പാല് ബാക്കി കാണില്ല. മുൻപേ എഴുന്നേൽക്കുന്ന ആൾക്കാർ പാലടിച്ചു മാറ്റും. അവരവരുടെ പരിപാടി കഴിഞ്ഞ് കവർ മാത്രം അവിടെ ഇട്ടേക്കും. അതുകൊണ്ട് കള്ളന്മാരെ ഭയന്ന് 2 കവർ പാൽ ഒളിപ്പിക്കുവാൻ വേണ്ടി നടക്കുകയാണ്. പാത്രത്തിലൊന്നും വെക്കാൻ പറ്റില്ല, എവിടെ വെച്ചാലും അരിച്ചു പെറുക്കിയെടുക്കും. അതുകൊണ്ട് കിച്ചണിനകത്തൊന്ന് പുറത്തിറങ്ങി ഒരു ഫ്ലവർ വൈസിന്റെ അടിയിൽ കൊണ്ടുപോയി, അതാകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ, അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് പറയുകയാണ് ഒരു കിച്ചൺ ക്യാപ്റ്റന് വരുന്ന ഗതികേട്. എന്തായാലും ഇത്രയും കാഴ്ചകളോടുകൂടി ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.